നമസ്കാരം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം ഇങ്ങനെ കുളമാക്കിയതിന് ആരോഗ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം. വ്യത്യസ്ത രീതിയിൽ ചർച്ചയും തീരുമാനവും കൈക്കൊള്ളുന്ന ശൈലജ ടീച്ചർ താരമായി. ഇതിന് മുഴുവൻ ഉത്തരം പറയണം. എന്താ പ്രശ്നം? എന്താ കണ്ണുകൊട്ടാണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്? തമ്പുരാട്ടി ഞാൻ നിൽക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. എന്താ ഉണ്ടായത്? എൻ്റെ ഏറ്റവും വലിയ വിഷമം ഈ അലോട്ട്മെന്റിനുള്ള സമയം നീണ്ടുപോകും തോറും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രയാസം മാത്രമാണ് ഈ കാര്യത്തിൽ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളിലും തീരുമാനമുണ്ടാക്കാൻ ജി സുധാകരൻ. റോഡിലെ കുഴി അടച്ചില്ലെങ്കിലും നിലവിളക്കിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും. മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? മന്ത്രിമാരുടെ മികച്ച നേട്ടങ്ങളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്തം വിട്ട ഭരണമാണ് രാജ്യമെങ്ങും വേണ്ടതെന്നും മുഖ്യമന്ത്രി. എന്തത് പാടത്ത് കോലായിട്ട് നിൽക്കാൻ വേണോ? കോലോ? ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി. കാശ് നോക്കില്ല. അയ്യേ, ഇവനാണോ പരിഷ്കാരി? പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. കേരള കോൺഗ്രസ് കായും ബായും ഒരുമിക്കുന്നു. ബാലകൃഷ്ണപിള്ളയെ ലോക പണക്കാരുടെ പട്ടികയിൽപ്പെടുത്തണമെന്ന് സ്കറിയ തോമസ്. ഇനിയുള്ള കാലം പിള്ളച്ചേട്ടന്റെ കുടിയാനായി കഴിയും. ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. തൊഴിലില്ലാതോ പണമില്ലാതോ തെണ്ടി നടന്നവനല്ല. അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്കുണ്ട്. അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. അന്നത്തെ കേരളത്തിലെ കോടീശ്വരന്മാരിൽ ഒരാള്. കൊക്കുകൾ ചേർത്തു, ചിറകുകൾ ചേർത്തു. CPIയെ ശരിപ്പെടുത്താൻ എം സ്വരാജ്. സ്വരാജിനെ തിരിച്ച് ശരിപ്പെടുത്തുമെന്ന് CPI. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറുപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. അവന്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം. ആശാനെ, അത് വേണോ? അവനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ പോരെ. കൈവെട്ടില്ലെങ്കിൽ ചെമ്പല്ലിക്ക് കൈ തിന്നാൻ പറ്റൂടാ. ഹക്കീമേ, സഖാവ് വീട്ടി ഒന്നോർക്കണം. നിന്നെ പോലുള്ള പറമീനുകൾ നീന്തി നടക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയം എന്ന ചെറുതോടല്ല ഇത്. പിണറായി വിജയൻ സർക്കാർ വലിയ സംഭവമാണ്, ആനയാണ്, ചേനയാണ് എന്നെല്ലാം ഇടതുപക്ഷക്കാർ ഓരോ മിനിറ്റിലും ആവർത്തിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയോട് കലിപ്പുള്ള ചില കോൺഗ്രസുകാരും പരോക്ഷമായി പിണറായി സ്നേഹം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ സ്വാശ്രയ പ്രവേശന പ്രശ്നം മാത്രം കൊണ്ട് പിണറായി സർക്കാരിന്റെ സ്ഥിതി കാറ്റുപോയ ബലൂൺ പോലെയായി പോയത്രേ. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ വലിയ സംഭവമൊക്കെയായാണ് പുതിയ നയവുമായി രംഗത്ത് വന്നതെങ്കിലും ഒടുവിൽ കോടതിയും കൂട്ടവും മാനേജ്മെന്റുകളും കടുംപിടുത്തവും ഒക്കെ ആയപ്പോൾ ശൈലജ ടീച്ചർ തളർന്നുപോയി. ഇനിയിപ്പോൾ മാനേജ്മെന്റിന് കീഴടങ്ങിയാലും അവരെ തിരിച്ച് കീഴടക്കിയാലും വിദ്യാർത്ഥികളുടെ കാര്യത്തിലുണ്ടായ അനിശ്ചിതത്വത്തിന് എന്തുത്തരം? ഏകീകൃത ഫീസ് എന്നതാണത്രേ സർക്കാരിൻ്റെ നയം. എന്നാൽ കച്ചവടം വിട്ട് അമ്മാതിരി പരിപാടികൾക്കൊന്നും തയ്യാറല്ല എന്ന് മാനേജ്മെന്റുകളും ആവർത്തിക്കുന്നു. എന്തായാലും സർക്കാർ പെട്ടുപോയി. മാനേജ്മെന്റുകൾ കാശ് വിട്ടുള്ള കളിക്ക് എക്കാലത്തും നിൽക്കില്ലല്ലോ. ശൈലജ ടീച്ചറാണെങ്കിൽ ചർച്ചയോട് ചർച്ചയും നടത്തി ഒന്നൊന്നര തീരുമാനവുമായി വരാനാണ് ഇറങ്ങി പുറപ്പെട്ടത്. എന്നിട്ട് എന്തായി? ഇതിന് മുഴുവൻ ഉത്തരം പറയണം. എന്താ പ്രശ്നം? എന്താ കണ്ണുകൊട്ടാണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്? തമ്പുരാട്ടി ഞാൻ നിൽക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. എന്താ ഉണ്ടായത്? അവര് പുതിയ സാഹചര്യവും അവർക്കുണ്ടായ തെളിവും ചെലവും എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അതിനകത്തൊരു വർധനവ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു സത്രമൊന്നും അല്ല. കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിക്കണം. എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അല്ല, മാനേജ്മെന്റുകൾ ഏകീകൃത ഫീസ് ആവശ്യപ്പെടുന്നു. അതാണ് അതിന്റെ കാര്യം. ഏകീകൃത ഫീസ്. അപ്പൊ ഏകീകൃത ഫീസിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വേണമെങ്കിൽ തീർച്ചയായും അതിനൊരു കോമ്പൻസേഷൻ വേണ്ടി വരും. അമ്മാവനെ വിളിച്ച് പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി.
അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിൽ നിന്ന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മൂവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ വിഷമം ഈ അലോട്ട്മെന്റിനുള്ള സമയം നീണ്ടുപോകും തോറും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രയാസം മാത്രമാണ് ഈ കാര്യത്തിൽ. നാരായണക്കുട്ടി, ഞാൻ എന്ത് ചെയ്യണം? തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിതുവരെ പോലീസിനെ വിളിച്ചില്ല. ഒരു 500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിൽ അത് തീർക്കാം. കാരണം ഞങ്ങൾ ഇപ്പൊ നൽകിയിരിക്കുന്ന 20% സീറ്റ് എന്ന് പറയുന്നത് BPL കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി 25,000 രൂപയ്ക്ക് പഠിപ്പിക്കാൻ തയ്യാറായ ആളുകളാണ്. തീർച്ചയായും അപ്പോൾ ബാക്കി സീറ്റിനെ കുറിച്ച് തീർച്ചയായും ചർച്ച ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് മുഖ്യമന്ത്രിയും കൂടെ ഇടപെട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പറയുന്നത്. സംഭവം എന്തായാലും പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു തീരുമാനമുണ്ടാക്കി. ശൈലജ ടീച്ചറിന് പിന്നാലെ ഒരു കാര്യവുമില്ലാതെ ജി സുധാകരനും മറ്റും ചില തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുമുണ്ട്. നിലവിളക്കിന്റെ കാര്യത്തിലാണ് സുധാകരന്റെ വാശി. പറയുന്നത് കാര്യമാണെങ്കിലും എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഇല്ലേ? അതൊന്നും ബാധകമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരാളാണല്ലോ ജി സുധാകരൻ, വിപ്ലവ മഹാകവി. അതുകൊണ്ട് സുധാകരൻ നിലവിളക്ക് കത്തിക്കലിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം വേണം എന്ന് അങ്ങ് ആഹ്വാനം ചെയ്തു. മെഡിക്കൽ പ്രവേശനം കുളമായതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു തീരുമാനവുമായി അതാ വരുന്നു മഹാകവി. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ഏതായാലും കുളിച്ച് ഇനി നനഞ്ഞു കയറാം. ഉണങ്ങ്. പണ്ടാര എന്റെ തലയിലായടാ. ഇവൻ പലയിലായപ്പോഴേ ഞാൻ കരുതിയത് മുതലാളിയുടെ തലയിലാവുന്നു. അതേടാ, എന്റെ തലയിൽ തന്നെ ആവും, നിന്റെ തലയിലൊന്നുമില്ലല്ലോ. ഭരണഘടനയിൽ പ്രത്യേക വിളക്കൊന്നും പറയുന്നില്ല. അപ്പൊ അത് ഭരണഘടനാപരമായും ഗവൺമെന്റ് നയപ്രകാരവുമുള്ള കത്തിക്കലാന്ന് അവകാശപ്പെടുന്നതിലാണ് തെറ്റ്. നിങ്ങൾക്കത് കൊടുത്താൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളൊരു കുഴപ്പം കാണിച്ചു എന്ന മട്ടിൽ ഇവിടെ ചർച്ച നടത്തുകയാണ്. രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. ഈശ്വര പ്രാർത്ഥന നടത്തുന്നു. നിങ്ങളൊരു ഹൈന്ദവ ഗീതം ആലപിക്കുകയാണ്. അവിടെ മുസ്ലിം ക്രിസ്ത്യൻസോട് തിരിപ്പില്ലേ? ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പൊതു സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ യാതൊരുവിധ പ്രസക്തിയുമില്ലാത്ത ചില വിഷയങ്ങൾ കുത്തിപ്പൊക്കിയെടുത്ത് ചില വികാരങ്ങളെ വ്രണപ്പെടുത്തി വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് വാസ്തവത്തിൽ ഈ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുടെ ലക്ഷ്യം. മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? തീരുമാനമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ സ്വാശ്രയ പ്രവേശനത്തിലും നിലവിളക്കിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. പറയുമ്പോൾ പുരോഗമനാത്മകമായ നീക്കം, എന്നാൽ തീരുമാനമാകാതെ എന്തൊക്കെ കാര്യങ്ങൾ ഇരിക്കുന്നു. റോട്ടിലെ കുഴി അടച്ച് നിലവിളക്ക് കത്തിച്ചാൽ പോരെ എന്ന ചോദ്യം ആരും ചോദിച്ചു പോകും. എന്തായാലും പി ജയരാജനും കോടിയേരി ബാലകൃഷ്ണനും ശോഭായാത്രയിലും തെരുവിലെ ശ്രീകൃഷ്ണ വേഷത്തിലും RSSന്റെ കാവി പടരുന്നത് നിയന്ത്രിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ടാണ് സുധാകര കവിയുടെ സേവനങ്ങൾ. എന്തായാലും പിണറായി വിജയൻ ഒരു വഴിക്ക് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് കൈവിട്ട കളികളുമായി മന്ത്രിമാരുടെ വരവ്. അതുകൊണ്ട് തന്നെ പിണറായി അന്തവും കുന്തവുമില്ലാതെ നിൽക്കുകയാണ് ദാ ഇതുപോലെ. എന്തത് പാടത്ത് കോലായിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. അയ്യേ, ഇവനാണോ പരിഷ്കാരി? പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരു മാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 36 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും. വേഷവും ഭാവവും ഒന്നും കണ്ട് പേടിക്കണ്ട. കാരണം നിലവിളക്ക് കൊളുത്താൻ പിണറായിക്ക് ഏതായാലും മടിയൊന്നുമില്ല. ഉദ്ഘാടനത്തിന് നിലവിളക്കല്ല ഏത് ചടങ്ങായാലും മുഖ്യമന്ത്രി റെഡിയാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ശിഷ്യൻ M സ്വരാജ് രണ്ടും കൽപ്പിച്ചാണ്. അതും ഇത്തവണ VSനെയൊക്കെ വിട്ടുപിടിച്ചിരിക്കുകയാണ്.
CPI ആണ് നോട്ടമിട്ടിരിക്കുന്നത്. സ്വന്തം മണ്ഡലത്തിലെ ഉദയം പേരൂരിൽ CPIM വിമതരെ പാർട്ടിയിലേക്ക് ചേർക്കുന്ന CPIയുടെ നയത്തിനെതിരായി ആരംഭിച്ച യുദ്ധമാണ് അതൊടുവിൽ പാർട്ടി തലത്തിലേക്ക് വളർന്നു. ഇന്നലെ കയറി വന്ന ഒരു പയ്യൻ ഇങ്ങനെയെല്ലാം വിമർശിക്കുന്നത് CPIക്ക് താങ്ങാൻ കഴിയുമോ? CPI സ്വന്തം മുഖപത്രമായ ജനയുഗത്തിലൂടെ സ്വരാജിനെ കഴുതയാക്കി കളഞ്ഞു. ചരിത്രമറിയാത്ത കമ്മ്യൂണിസ്റ്റ് കഴുതയ്ക്ക് 40-ാം പക്കം ബുദ്ധിമുളച്ചില്ലെങ്കിൽ തലയിൽ തക്കാളി കൃഷി നടത്തുന്നതാണ് നല്ലത് എന്ന് ജനയുഗം പരിഹസിക്കുന്നു. എന്താ കഥ? നേരാ സഖാവേ, പലരും പറഞ്ഞു. അവനത് പറഞ്ഞപ്പോ ഈ ബെന്നിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പാർട്ടിയുടെ നേതൃത്വം വിവരമില്ലാത്തവർ കൈയാളുന്നതിന്റെ കുഴപ്പമാണ് മലയോര മേഖലയിൽ കാണുന്നത് പോലും. ഹരിത നിബിഡ വനമടിയിലെ ജലതമിടയും മലമുടിയിലെ അമര സമര ധ്വജമുയർത്തി അടിമ ജീവിതം മുടച്ചരുതിത താരമേ. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. അവന്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം. ആശാനെ, അത് വേണോ? അവനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ പോരെ. കൈവെട്ടില്ലെങ്കിൽ ചെമ്പല്ലിക്ക് കൈ തിന്നാൻ പറ്റൂടാ. ഹക്കീമേ, സഖാവ് BT ഒന്നോർക്കണം. നിന്നെ പോലുള്ള പരൽമീനുകൾ നീന്തി നടക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയം എന്ന ചെറുതോടല്ല ഇത്. വൻമീനുകൾ നീന്തുന്ന മഹാസമുദ്രമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇത് ആശാനും ഞാനും നോക്കി. എന്നാലും ആശാനെ, ഈ കാര്യത്തിൽ വേറെ തീർപ്പില്ല, തീരുമാനവുമില്ല. ചില കാര്യങ്ങൾക്ക് ചോര വീഴുന്നത് മാത്രമാണ് പരിഹാരം. ഇമാതിരി യുദ്ധത്തിന് കോപ്പുകൂട്ടി കാനം രാജേന്ദ്രൻ കാത്തിരിക്കുകയാണ്. എന്നാൽ പിണറായി പേടിയിൽ വലുതായി എന്തെങ്കിലും പറയാനിടയില്ല. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് പിള്ള സാറും ചേട്ടനും. AICC മെമ്പറായിട്ടിരുന്ന ചേട്ടൻ തൊഴിലില്ലാതോ പണമില്ലാതോ തെണ്ടി നടന്നവനല്ല. അന്നത്തെ കേരളത്തിലെ കോടീശ്വരന്മാരിൽ ഒരാള്. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് വെക്കപ്പെടല്ലേ. BD ജയസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു BD പോലും വലിക്കാൻ നിവൃത്തിയില്ലാതെ നടക്കുകയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയ വെള്ളാപ്പള്ളി എങ്ങനെ ഇരുന്ന മനുഷ്യനാണ്.